ഈ പർദ്ദയിട്ടതുകൊണ്ടോ ഈ തലമറച്ചതുകൊണ്ടോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകുമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണേ, നഫീസത്തുൽ മിസ്രിയാരെ ഓർമ്മയുണ്ടോ മോളെ? മറന്നുപോയല്ലോ. ഗ്ലോറിയായും സോഫിയായും കാവ്യയും അഞ്ജലിയുമെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിന്റെ അകത്ത് നൃത്തം ചെയ്യുമ്പോ നഫീസത്തുൽ മിസ്രിയാരെ മറന്നുപോര പെണ്ണേ. ഖബറിന്റെ അകത്ത് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ കനൽക്കട്ടകളായി എന്നെ വേദനിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കറന്നു പോര നഫീസത്തുൽ മിസ്രിയാർ. മറക്കല്ലേ മോളെ. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പടച്ചറബിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അവസാനം അതാ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റൂഹായി എന്റെ റൂഹ് മാറുകോ എന്ന് ചിന്തിച്ചുകൊണ്ടവർ പൊട്ടിക്കരന്ന് പോരെങ്കിലോ കൃത്യമായി നിസ്കരിക്കാൻ സമയമില്ലാത്ത പെണ്ണ്, സ്വലാത്തുകളെല്ലാം നേരമില്ലാത്ത പെണ്ണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ സമയമില്ലാതെ ദുനിയാവിന്റെ പിന്നാലെ പേ പിടിച്ച നാളുകളെ പോലെ പരക്കം പോയുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ നിന്റെ റൂഹിന് യോഗ്യതയുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ നിന്റെ റൂഹിന് യോഗ്യതയുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരന്റെ വാപ്പ മരിച്ചു. ആ സഹോദരന്റെ പിതാവിന്റെ മയ്യത്ത് പൊറിയുമ്പോ സുബ്ഹാനല്ലാഹ് ആ മയ്യത്ത് പകുതിയേ ഉള്ളൂ. കാരണമെന്താ? ഷുഗർ എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിച്ചുകൊണ്ട് 7 വർഷത്തിനു മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു കാല് മുറിച്ചു. 4 മാസത്തിനു മുമ്പ് രണ്ടാമത്തെ കാലും മുറിച്ചു. ആ സഹോദരൻ പറയുന്നു, ഉസ്താദ്, എന്റെ വാപ്പാക്ക് 2 കാലും മുറിച്ചു പോരെങ്കിലും ഒരു നേരത്തെ നിസ്കാരം പോലും ഇന്ന് വരെ മരിക്കുന്ന ദിവസം വരെ ഖളാക്കിയിട്ടില്ല. 2 കാലം തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോയപ്പോ ആ പള്ളിക്കകത്തൊന്ന് കയറാ ഇന്ന് വരെ സമയം കിട്ടിയോ മോനെ? അല്ലാഹു തന്ന ആഫിയത്തുകൊണ്ട് ആരോഗ്യം കൊണ്ടോ ദുനിയാവിന്റെ സകലമായ കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നവനെ, നിങ്ങൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണേ. 2 കാല് നഷ്ടപ്പെട്ടവർ നിസ്കരിക്കുന്നില്ലേ? പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 3-4 കൊല്ലമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ഒരു അന്ധനാര സഹോദരനുണ്ട്. 2 കണ്ണിനും കാഴ്ചയില്ല. ആ സഹോദരൻ വിശുദ്ധമായ ഹറമിന്റെ മുമ്പ് വന്ന് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ, എത്ര പേരാണ് ആമീൻ പറയാ പോയി നിൽക്കുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവര്? ആ സഹോദരൻ പറയുന്നു, ലക്ഷക്കണക്കാറ് ജനങ്ങൾ പരിശുദ്ധമായ മക്കളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കത് കാണാൻ എന്റെ കണ്ണിന് ഭാഗ്യം തരാത്ത എനിക്ക് നാളെ പരലോകത്ത് നിന്നെ കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ല, അതിനുള്ള കാഴ്ച എനിക്ക് തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹു തന്ന കണ്ണുകൊണ്ട് മൊബൈലിലൂടെ ബ്ലൂ ഫിലിം കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് സിനിമാ ലോകത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആഫിയത്ത് കൊണ്ട് സീരിയലിന് മുന്നിൽ അടയിരിക്കുന്ന പെണ്ണ്, എത്ര കാലമായി മോളെ നീ തുടങ്ങിയിട്ടോ ഇതുവരെ അതിനൊരു അറുതി വരുത്താൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു രൂപയുടെ ഗുണം നിനക്ക് സീരിയൽ കൊണ്ടുണ്ടായിട്ടുണ്ടോ? ഈ പ്രിയപ്പെട്ട പെൺമക്കള് ഞരമ്പ് മുറിക്കാൻ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ, ഒളിച്ചോടാൻ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ, വിഷം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ, ചുരിദാറിന്റെ സാല കഴുത്തിൽ ചുറ്റികെട്ടോ തേനിൽ തൂങ്ങി മരണപ്പെടുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി പഠിപ്പിച്ചു കൊടുത്തൊരു പെണ്ണ്, മക്കളെയും കൊണ്ട് നീ പോയിരുന്ന വാ തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഒടുങ്ങാത്ത സീരിയലല്ലേ. പിന്നെ എവിടെയാണ് നമ്മുടെ റൂഹ്? സ്വർഗത്തിന്റെ തോട്ടം. ചെല്ലാൻ പറഞ്ഞു സ്വർഗത്തിന്റെ തോട്ടത്തില് തിരിപ്പോന്ന ഈമാനിന്റെ മുത്തും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അല്ലാഹു കാക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും.
അതിനുവേണ്ടി മാത്രം നമ്മൾ കഷ്ടപ്പെടണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. ഇല്ലാതെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പെരുന്നാളിന്റെ കാലുവഴിയെ പുതിയ മുണ്ട് കൊടുത്തു, ഡബിൾ മുണ്ട് കൊടുത്ത്, എന്നിട്ട് കൂട്ടുകാരന്റെ അല്ലെങ്കിൽ മക്കൾക്ക് പുതിയ കയറാത്ത 2 പാന്റ് വാങ്ങിച്ചു കൊടുത്ത് പെരുന്നാൾ പടിയായ 10 രൂപയും 15 രൂപയും കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു മുസ്ലിമായി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ മാറരുത്. മറിച്ച് എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന്റെ ദീനിൽ ഇഖ്ലാസോടെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലെത്തുന്ന റൂഹ് നമ്മൾ